ലോകത്തിന് കേരളം സമ്മാനിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ അതുല്യ മാതൃകയാണ് കുടുംബശ്രീയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. കുടുംബശ്രീ ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടുംബശ്രീയുടെ ചരിത്രത്തെ, കുടുംബശ്രീയുടെ സംഭാവനകളെ ഒറ്റ വരിയിൽ ആറ്റിക്കുറുക്കിയാൽ അതാണ് കഥകൾ പറഞ്ഞും കരൾ പകുത്തും തമ്മിൽ തണലായി നിന്നിടാം എന്ന വരികൾ അതാണ് ആവിഷ്കരിക്കുന്നത്. ആ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള 10 മേളകളിൽ നിന്നായി 78 കോടി രൂപയുടെ വിറ്റുവരവാണ് 5000-ഓളം വരുന്ന സംരംഭകർക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ മുഴുവൻ രുചിയും അടുത്ത 10 ദിവസം ആസ്വദിക്കണം എന്നതാണ്. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിഭവങ്ങൾ ഇവിടെയുണ്ട്. അതോടൊപ്പം വളരെ സമ്പന്നമായ കലാസാംസ്കാരിക പരിപാടികൾ, വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പ്രഭാഷണങ്ങൾ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന് കേരളം സമ്മാനിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ അതുല്യ മാതൃകയാണ് കുടുംബശ്രീയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ 11ാമത് കുടുംബശ്രീ ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ ശാക്തീകരണം എന്ന ആശയത്തെ സാക്ഷാത്കരിച്ചത് കുടുംബശ്രീയാണ്. കുടുംബശ്രീ പെൺകരുത്തിന്റെ മഹാപ്രസ്ഥാനമാണ്. 46 ലക്ഷം വനിതകളാണ് ഇന്ന് കുടുംബശ്രീയിൽ അണിനിരന്നിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. നടൻ മോഹൻലാൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കലാസാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ചെങ്ങന്നൂർ പെരുമ പുരസ്കാരം മോഹൻലാലിനെ മന്ത്രി സജി ചെറിയാൻ സമർപ്പിച്ചു.